ഞാൻ പറയട്ടെ ഇന്ദ്രൻസിനെ പറ്റി. നിങ്ങളൊക്കെ പറഞ്ഞ ഇന്ദ്രൻസ് മാസായിരുന്നു, ഒരു ഒറ്റ അടി പോലും ആരും അടിച്ചിട്ടില്ല. ഈ പാവങ്ങളെല്ലാം ഉറപ്പായിട്ടും ഇനി ഞാൻ അടങ്ങി നിൽക്കില്ല. പിന്നെ വേറെ ആരുടെയോ കഥ മാറി പറയുകയാണെന്ന് വിചാരിച്ചു. ഇന്ദ്രൻസ് ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന നടന്നാണ് മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നടന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സിനിമയില് സുന്ദരനായിരിക്കണം, ഇത്ര അടിപ്പൊക്കം വേണം, ഇന്ന നിറം ഉണ്ടായിരിക്കണം, ശബ്ദഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള സദ്ഗുണസമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. ആ കാലം മാറിയിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ നടനാണ് കുതിരാട്ടം പപ്പുവേട്ടൻ. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പപ്പുവേട്ടൻ അത്ഭുത നടനാണ്. അദ്ദേഹം പല ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്നതാണ് ഇന്ദ്രൻസാണ് അങ്ങനെ നടൻ. അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ദ്രൻസ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ദ്രൻസ് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെ എല്ലാവരും ഉപരിയാണെങ്കിലും ദ്രാവിഡിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ അത് കൃത്യമായിട്ട് ഒരു ഡയലോഗ് പ്രസന്റേഷനിലും സിറ്റുവേഷൻസിലും ഒക്കെ അത് കൃത്യമായി തിരക്കഥയിൽ കൂടെ വന്നു പോകും. അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത്, എന്റെ തോന്നുന്നത് ശരിയായിരിക്കാം, അപ്പൊ നിങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, തെക്കൻ വടക്കൻ തെക്കനോട് മുട്ടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചു മുട്ടണം എന്നുള്ളൊരു ഡയലോഗിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. തെക്കനോട് മുട്ടുമ്പോൾ സൂക്ഷിച്ചു മുട്ടണോ? സ്ഥിരമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റി. ഇന്ദ്രൻസ് ചേട്ടനോടാണ്. ഇപ്പോൾ ഇതുവരെ ഇന്ദ്രൻസ് ചേട്ടനെ നമ്മൾ ഇത്രയും മാസമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോൾ ഈ ക്യാരക്ടർ തന്നിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എന്നെ വേറെ ആരുടെയോ കഥ മാറി പറയുകയാണെന്ന് വിചാരിച്ചു. കാരണം മുരളി സാറ് ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് ഒരു വലിയ സംഭവം ഒരുമിച്ച് ഒരു പടം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞതാ, ഒരു വലിയ സാധനം വരുന്നുണ്ട് ചേട്ടാ, ഒരു വലിയ പടമാണ്, ഒരു ചേട്ടന് വലിയ ക്യാരക്ടറാണ്, ചേട്ടൻ കൂടെ നിൽക്കണം. ഞാൻ കാരണം അതിനു മുമ്പുള്ള പടത്തിൽ അദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരാൾ ചുമ്മാ നടന്നു പോയാലും ആ കഥാപാത്രം അതിനൊരു അർത്ഥം ഉണ്ടാകുന്ന കഥാപാത്രങ്ങളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കൃഷ്ണകുമാർജി വിളിക്കുന്നു, മുരളിച്ചേട്ടൻ ഇവിടെ ഉണ്ട് ഫ്ലാറ്റിൽ അപ്പം ഫ്രീ ആണ്. ഞാൻ ചെന്നു, കഥ പറഞ്ഞു, അങ്ങനെ ഗംഭീര കഥ. ഞാനതിൽ നോക്കിയിട്ട് എനിക്ക് തകർന്ന ഒരു വേഷവും ഇല്ല. അപ്പൊ തീരാറായപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കൃഷ്ണൻകുട്ടിയാണെന്ന്. കുറെ നേരം ഞാൻ മിണ്ടാതെ ഇരുന്നു, മാറിപ്പോയതാണോ കൃഷ്ണൻകുട്ടി. ഞാൻ പിന്നെ അതിന് ഒരു ആർത്തി കൊണ്ട് ഞാൻ അങ്ങ് വലിയ സന്തോഷത്തിലായി. പക്ഷെ ഷൂട്ടിംഗ് അടുക്കും തോറും അങ്കലാപ്പായിരുന്നു. ഷൂട്ടിംഗ് തീർന്നുമ്പോഴത്തേക്കും നമുക്കെന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട്, സാറ് പറഞ്ഞതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഒരുപാട് വർക്ക് കണ്ട് ആജി സാറൊക്കെ കിടന്ന് പാടുപെടുമ്പോൾ ഞങ്ങൾ മാറി 4 പേരും ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം കിട്ടി കുറേ ദിവസമായെങ്കിലും. അതുകൊണ്ട് തന്നെ ഓരോ സീനും നമ്മൾ ഒരുമിച്ചുള്ള സീൻ നേരത്തെ എടുത്ത് വായിച്ചിട്ട് ഇതൊന്ന് വരും എന്ന് നോക്കിയിരിക്കുക. അതിൻ്റെ അതൊരു ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടം ഒരുവിധം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പുറത്തു വരുമ്പോൾ അഭിപ്രായം അറിയണമല്ലോ, അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അത് ഇത്തിരി വൈകിയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വന്നത് വളരെ സമാധാനം തരുന്നതായിരുന്നു. ഒരു പ്രതീക്ഷ തന്നു. ഞാൻ കാണാത്തൊരു ശരീരം എനിക്കുണ്ടെന്ന് തോന്നി. അതിനൊക്കെ കൃഷ്ണകുമാർജിയും സാറും മുരളി സാറിൻ്റെ ചെയ്യിച്ചതാ. ഒരുപാട് എൻ്റെ ശബ്ദത്തിലും എൻ്റെ ചലനത്തിലും ഒക്കെ എന്നെ ഒരുപാട് നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദൈവാധീനം കൊണ്ട് ഞാൻ അങ്ങനെ നല്ലൊരു കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും ഇനി ഞാൻ അടങ്ങി നിൽക്കില്ല. അത് ഇന്ന് തിയേറ്ററില് ഭയങ്കരമായി കയ്യടി വീണ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ഇന്ദ്രൻസ് ചേട്ടൻ ചെയ്ത ക്യാരക്ടർ. കാരണം ഇന്ദ്രൻസ് ചേട്ടന് ഇത് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മാസ് പെർഫോമൻസ്. അപ്പൊ ഇത് സ്ഥിരം ഗുണ്ടായിട്ട് കാണണം എന്നാണ് കുഞ്ഞ് പറഞ്ഞത്.
ഞാൻ പറയട്ടെ ഇന്ദ്രൻസിനെ പറ്റി. അല്ല, ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ ഇന്ദ്രൻസ് മാസായിരുന്നു, ഒരു ഒറ്റ അടി പോലും ആരും അടിച്ചിട്ടില്ല. ഈ പാവങ്ങളെല്ലാം ആര്യ മറ്റേ പനി ഇതെല്ലാം കൂടെ എത്ര അടിയുണ്ടാവും ഇതിനകത്ത്. അടിക്കുക ആകപ്പാടെ പാവം ഒറ്റ വീഴ്ച വീണുള്ളൂ, പക്ഷെ മാസായി ആള്. ഇതാണ് ചുളിവ് നിന്നുണ്ട് മാസായിട്ട്. അങ്ങനെ പറയും.